ഏറ്റവും കൂടുതൽ ഫോൺ എടുക്കാത്ത ആരാ അതിനകത്ത്? എടുക്കാത്തത് എല്ലാരും ഇവിടെ ആയിട്ടാ പോണ്, എല്ലാരും ഇവിടെയാ പോണ. ചിലപ്പോ എന്തെങ്കിലും നമ്മളതും പാലിക്കണമല്ലോ, എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. ഫോൺ എടുക്കാത്ത എന്റെ ഇംഗ്ലീഷ് കേട്ടായിരുന്നു. അത് കേട്ടില്ല, ഒന്ന് സൗണ്ടി പറയാം. ഡിജിറ്റൽ മിനിമലിസം. ഫോൺ എടുക്കാത്തതിനൊക്കെ പാഷൻ പേരായിരുന്നു. മാറ്റി നോക്കാം, ഞാൻ കീപാഡ് ഫോണാ. ഇതിപ്പോ പകതിന്റെ കണ്ടിട്ട് ഞാൻ നേരത്തെ ഇല്ല, ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ കീപാഡ് ഫോണൊക്കെ ഇട്ടാ നടക്കുന്നത്. ഞാൻ നീ സോഷ്യൽ മീഡിയ മൊത്തം ബാക്കി നമ്മളൊക്കെ ഇതില് ചീത്തയാക്കിയിട്ട് നീ ഇത് പിടിച്ച് നടക്കുക. ഞാൻ ഇതിലൊന്നും അകപ്പെട്ടു പോവില്ല, ഞാൻ കീപാഡ് ഫോണാ യൂസ് ചെയ്യുള്ളൂ. ഇപ്പൊ സ്ക്രിപ്റ്റ് ഇങ്ങനെ എഴുതാൻ ഉള്ളതുകൊണ്ട് വേറെ ഇതൊക്കെ മാറ്റാൻ വേണ്ടി മൊത്തം അങ്ങനെ മാറിയിരിക്കും. മൊത്തത്തിലൊരു മാറിയേക്കണല്ലേ? ഇപ്പൊ തിരിച്ചു വന്നു. ഇതിന്റെ പോസ്റ്ററൊക്കെ അയച്ചുതരുമ്പോ അല്ലേ, അതുകൊണ്ട് തിരിച്ചു വന്നു. പക്ഷെ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇന്നോട്ട് തുടങ്ങിയേക്കണം, വിളിക്കണം, വിളി കേട്ടോ, കരുത്തലി പറയണം. പിന്നെ ഇവൻ പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ 2 ദിവസം കഴിയുമ്പോ അതെ വിളിച്ചിരുന്നു മെസ്സേജ് അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ പുള്ളി പിന്നെ എപ്പോഴും വിളിക്കണം. എല്ലാം കൊണ്ടൊരു സന്തോഷം. എനിക്ക് ആ പറഞ്ഞ ഒരു വാക്ക് എനിക്ക് ഭയങ്കര, ഇത്രയും ആളുകൾ ഒരു കമ്പനി എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് മീൻസ് ഞാൻ ചെറുപ്പം തൊട്ടേ 10ാം ക്ലാസ് വരെ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ചെറിയൊരു ഇൻ്റർവെട്ട് പരിപാടിയാണ് എന്നെ ആ സമയത്തൊക്കെ. അവിടെ നിന്ന് ആൾക്കാരെടുത്ത് പോയി എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അവരുടെ ഒപ്പം ചില്ല് ചെയ്യണം, എങ്ങനെ നടക്കണം എന്നറിയാത്തൊരു ടൈപ്പായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഈ പരിപാടി, അതായത് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി. അപ്പോൾ ചേട്ടൻ്റെ പരിപാടി ഞാൻ ഇടയ്ക്കിരുന്ന് കാണും. ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം, എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുക ആ സമയത്ത്. പിന്നെ ഞാൻ അങ്ങനെ ബന്ധിക്കുന്ന സമയത്ത് റോസ്റ്റിംഗ് ആയിട്ട് പുള്ളി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചുമ്മാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയത്. ആ സമയത്ത് ഇട്ട് 2-3 വീഡിയോസ് എങ്ങനെയോ കയറി കൊളത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ വീണ്ടും അത് മാനേജ് ചെയ്യാൻ തുടങ്ങി. അതിന് ശേഷമാണ് ഞാൻ ഈ പടം ജിത്തുചേട്ടൻ്റെ വൈഫ് ഷിഫ്റ്റിനകത്താണ് എന്നെ വിളിക്കുന്നത്, ഫസ്റ്റ് കോൾ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ജിത്തുചേട്ടൻ വിളിച്ചു. ജിത്തുചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്ക്രീനിങ് ഉണ്ട്, പരിപാടി വരണം. അതിലൂടെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അതില്ലെങ്കിൽ ഞാനിവിടെ ഇല്ല. അല്ല, ഒറ്റപ്പെടുകൾ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എന്ത് സന്തോഷവാനാണ് താങ്കൾ? സന്തോഷം അത് നമ്മുടെ മനസ്സ് എന്താ പറയാ, അത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ തന്നെ അത് പഠിച്ചെടുക്കണം. വേറെ ആരും പറഞ്ഞു തന്നെ ഉണ്ടാവില്ല. അതൊറ്റയ്ക്ക് നമ്മൾ തന്നെ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് സന്തോഷിക്കാൻ. വേറെ ആരും പറഞ്ഞ് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ മധുരയിലൊക്കെ പോയിട്ട് ഞങ്ങള് ഒരുമിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മളെ ആരും അറിയത്തില്ല, പക്ഷെ ഇവനെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ വേറില്ല. എവിടെ പോയാലും ഇവനെ എല്ലാവർക്കും അറിയാം. ഭയങ്കര സന്തോഷമല്ല. അപ്പൊ ഇവന്റെ ഒരു ഇതൊക്കെ അല്ല, അതൊക്കെയാണ് വേണ്ടത്. നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഫോട്ടോ എടുക്കാൻ ചിലവർക്ക് ഇവർ ഷോർട്ട് സമയത്തായിരിക്കും, അപ്പൊ കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇവൻ ആ സമയത്ത് പോയിട്ട് ഇവര് വെയിറ്റ് ചെയ്യുമായിരിക്കും. ഇവൻ അത് ഓർത്ത് ഷോർട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അവരത് ഫോട്ടോ എടുത്തിട്ടു. അതൊക്കെ ഞാൻ കണ്ട ഒരു ക്വാളിറ്റി. അത് പറഞ്ഞിട്ടില്ല, ആക്ച്വലി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് പറയാൻ. പിന്നെ കുറെ അടിപൊളി ക്വാളിറ്റീസ് ഉണ്ട്. ഭയങ്കര കൈൻഡാണ് കുട്ടി. ഇനിയും അങ്ങനെ തന്നെ ആകണം, എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം. അതാണ് ഒരു ക്വാളിറ്റി വേണ്ടതും, ഒരു ആക്ടറിന് വേണ്ട ക്വാളിറ്റിയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇനിയുള്ള യാത്രയെ അങ്ങനെ തുടർന്ന് പോവാം. എന്നും ഈ സ്നേഹിക്കുന്നവരെല്ലാം കൂടെ ഉണ്ടാവും, ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ. മുറ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നായിരിക്കുന്നത് അല്ലേ? പക്ഷെ അടിപൊളി ഇന്റർവ്യൂ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ കളിച്ചും ചിരിച്ച് ഭയങ്കര ഫൺ ഇന്റർവ്യൂ. ഞാൻ ഭയങ്കര ടെൻഷനിലാണ് ഇരുന്നത്. ചേട്ടനൊക്കെ ചേട്ടനായോണ്ടും എസ്പെഷ്യലി ഇത് എന്ത് ഞാനായോണ്ട് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. അത് അങ്ങനെ ചേട്ടൻ അതൊരു ഇന്റർവ്യൂ പകുതിയാവും മനസ്സിലായി. വഞ്ചില്ലായിരുന്നു കഴിഞ്ഞിട്ട്. നമ്മൾ അത്ര ക്രൂരനൊന്നും അല്ലെന്നേ. നമ്മള് ഭയങ്കര രസമായിട്ട് പോണ ഞങ്ങൾ അങ്ങനെയാ. അപ്പം മുറ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് കാണുന്നു അല്ലേ? മുറയും നല്ല സിനിമയായിരുന്നു. ഇതിലും എനിക്ക് തോന്നുന്നു നായകനും നായികയും എന്ന നിലയിലേക്ക് നിങ്ങളുടെ യാത്ര ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കണ്ടത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു കേട്ടോ. റിലീസ് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. റീകാസ്റ്റിംഗ് നടന്നായിരുന്നു കേട്ടോ. എന്ന് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ വേറെ എന്തോ ഒരു ഇഷ്യൂ ആണത്. അപ്പോൾ അത് നടന്നു. പിന്നെ നമ്മുടെ മേക്കപ്പ് മാൻ ജിത്തുവേട്ടൻ
പുള്ളിയായിരുന്നു മെയിൻ മേക്കപ്പ് മാൻ, മെയിൻ APR ചെയ്തത്. പുള്ളി സജസ്റ്റ് ചെയ്തു പടം കണ്ട് ഫേസലിനെ ഞാൻ വിളിച്ച് സംസാരിച്ചു. പെട്ടെന്ന് എനിക്ക് എന്തിനാ ഓക്കെ പറഞ്ഞു ഇവിടെ മെയിൻ APR ഞാൻ ഓക്കെ പറഞ്ഞു ചെയ്തു. 2-3 days പറ്റി സാധനം മനസ്സിലായി. കാരണം ടീമും എല്ലാം അടിപൊളി. ഇവർ 10 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീം. ഈ മുനാസ്, ഷിഹാൻ, ഫൈസല്, അസ്കർ എല്ലാം ഇവരൊക്കെ ഒരു ഫ്രണ്ട്സ് ഫാമിലി ടൈപ്പ്. ഇവരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിൽക്കും, ട്രാവൽ ചെയ്യും, കഥ എഴുതും. അപ്പൊ അങ്ങനത്തെ ഒരു ടീമും കൂടാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് കൂടുതൽ സമാധാനം. ഓക്കെ, അറിയുന്ന ആൾക്കാർ മ്യൂച്വലി ചെയ്യുന്ന ടീമാണ്. ഒരു പ്രശ്നം അങ്ങനെ പ്രോബ്ലം ആയിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാം 54 days വൻ ചില്ലാണ്. എങ്ങനെ പടം നന്നായിട്ട് ചെയ്യണം മാത്രമേ ഉള്ളൂ എല്ലാവരുടെ മൈൻഡ് സെറ്റിൽ. ഇവന്മാരും ഭയങ്കര ചില്ലാണ്. ചേട്ടന്മാരാണ്, പക്ഷെ ചേട്ടൻ ടു ഇവരും അത്രയും പീസ്ഫുൾ വൈബ്സ് ആണ് തരുന്നത്. കുട്ടിയും ചേട്ടനാണ്, എടുത്രിയാണ്. പക്ഷെ നമ്മള് ഒരു ഭയങ്കര കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ, വിത്ത് ഗോഡ് ബ്ലെസ്സിങ്. അതുകൊണ്ട് നമുക്ക് കോമഡിയും കൂടെ ആയിരുന്നു. കോമഡി ഞാൻ പാടല്ലേ, സീരീസിൽ നിന്ന് പെട്ടെന്ന് കോമഡി, അതൊക്കെ ഞാൻ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു. പക്ഷെ ഫുൾ ഓൺ ആയിരുന്നു. ഞാൻ കേട്ട കഥ അനുസരിച്ച് അവസാന നിമിഷമൊക്കെ നമ്മളെ വിരൽത്തുമ്പിൽ എടുത്ത് തിയേറ്ററിൽ ഇങ്ങനെ ത്രില്ലടിപ്പിച്ചിരുത്തുന്നതാണ് എനിക്കറിയാവുന്ന ഈ കഥ. അതിനി സിനിമ കണ്ടിട്ട് വേണം എനിക്ക് ബാക്കി പറയാൻ. ഞാൻ അങ്ങനെയാണ് എന്നുവെച്ചാൽ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്രൊഡ്യൂസറായിട്ട് അത്രയും ഇതായതുകൊണ്ട് നമുക്കറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. അവസാനത്തേക്ക് വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കും. അങ്ങനെ ആകണം സിനിമ. ഹോസ്റ്റലിൽ അർജുൻ നിൽക്കണ കണ്ടില്ലേ? അർജുനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ല. ഇവരെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതാണ് അതിനെ ഇങ്ങനെ കണ്ടിട്ടില്ല. അതെ അതെ. ഈ സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ ഇതിന്റെ മേക്കിംഗ് കഥകൾ പറയണം. കഥകളും പറയണം. ഇതിന്റെ സക്സസ് ഇങ്ങനെ തന്നെ റിക്കവർ ചെയ്ത് വരുകയും ചെയ്യണം. അങ്ങനെ ഒന്ന് ഇറക്കണമെന്നുണ്ട് നിങ്ങളൊക്കെ. ഇതിന്റെ കുളിക്കാൻ ഇത് എല്ലാം കുളിക്കാറില്ലായിരുന്നോ? ഇതാ ഒരു ആവേശത്തിന്റെ പുറത്ത് ഇടിക്കുമ്പോ ചോരയൊക്കെ തേച്ചോളാം പറയാം. പക്ഷെ ഇത് കഴുകി കളയാൻ ഒരു പാടുണ്ട്. 2 മണിക്കൂർ അങ്ങനെ തേക്കണമെങ്കിൽ പല്ലിൽ നോക്കും പോകത്തില്ല. ഇനി ഇതിടത്തില്ല. അതെങ്ങനെ ബ്ലഡ് സീൻ ഉണ്ടെങ്കിൽ? അതെ, ക്യാരക്ടറിന് വേണ്ടി ബ്ലഡ് സീൻ ഉണ്ടെങ്കിൽ വിടണ്ടേ? ഈ മാസ്റ്റർ കാണുമ്പോ നമ്മളൊക്കെ മുങ്ങും. മാസ്റ്റർ ഇങ്ങനെ വരും, ഇനിയിപ്പൊ ആരെ ഷോട്ട് എടുക്കട്ടെ. അല്ല പുള്ളീനെ അതാ ഇടിക്കുമ്പോ അസ്കറിനൊക്കെ ഇവിടെ ചെറിയൊരു വെട്ടൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ ചതി പിന്നെ മനസ്സിലാക്കിയത് ഈ ചോര വാരി ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടാൻ വേണ്ടി അടിച്ചു കഴിഞ്ഞാൽ അത് കൊള്ളാം കേട്ടോ. അത് മനസ്സിലാക്കി പിന്നെ മനസ്സിലാക്കിയത്. ഇനി അതനുസരിച്ച് പിടിക്കാവുള്ളൂ. ഇവിടെയൊക്കെ ആയിട്ട് കൂടുതൽ വേണ്ട നമുക്ക്. വായിന്നൊക്കെ വല്ലിനൊക്കെ ചോര. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.